ഇനി ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാരണം എങ്ങനെയൊക്കെ ആളുകൾ പറ്റിക്കപ്പെടാം എന്നുള്ളതിന്റെ കാര്യമാണ്. അതും വളരെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. അത് ഉംറയ്ക്ക് കൊണ്ടുപോയവരെ മദീനയിൽ ഉപേക്ഷിച്ച് ഏജന്റ് മുങ്ങിയതായുള്ള പരാതികൾ വരികയാണ്. മംഗലാപുരം പുത്തൂർ സ്വദേശി അഷ്റഫ് സഖാഫിക്കെതിരെയാണ് പരാതി. ഭക്ഷണം ലഭിച്ചില്ലെന്നും പണം നൽകാത്തതിനാൽ റൂമിൽ നിന്ന് ഇറക്കി വിട്ടെന്നും ഉംറയ്ക്ക് പോയവർ പറയുന്നു. അഷ്റഫ് സഖാഫിയുടെ ഉടമസ്ഥതയിലുള്ള മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പ് വഴി ഉംറയ്ക്ക് പോയവർക്കാണ് ബുദ്ധിമുട്ട് നേരിട്ടത്. മടക്ക ടിക്കറ്റ് നൽകാത്തതിനാൽ നിരവധി പേർ ഇപ്പോഴും ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും തീർത്ഥാടകർ പറയുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മൾ പല കാര്യങ്ങൾ തുറന്നു കാണിക്കുന്ന സാഹചര്യത്തിൽ ചില ആളുകളെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് അവരുടെ പിന്നാലെ സൈക്കിളെടുത്ത് കൂടിയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയുവാനുള്ളത്, ഈ ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ ഈ തട്ടിപ്പ് മാത്രമാണുള്ളത്. ഇപ്പോൾ ഒരു ബുർദയുടെ പേരിൽ അനാവശ്യ പാട്ടുകൾ പാടിയ ആളുകളുടെ വീഡിയോ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അത് സംബന്ധമായിക്കൊണ്ട് പല ആളുകൾ വിമർശിച്ചിരുന്നു. എന്നാൽ നൗഷാദ് ബാക്കവി അടക്കമുള്ള ആളുകൾ അത് വൃത്തികേടാണ്, ആ പാട്ട് പാടുന്ന ആളുകളെ കയ്യൂക്കുള്ള ഈമാനുള്ള ആളുകൾ കൈകാര്യം ചെയ്യണം എന്ന് പോലും പറഞ്ഞ സാഹചര്യത്തിൽ നൗഷാദ് ബാക്കവിയെ പോലെയുള്ള ആളുകളോട് അവർ കയർത്തൊന്നും പറയുന്നില്ല, അവരെ ഒന്നും അവർക്ക് പറയാനില്ല. എന്നാൽ നമ്മെപ്പോലെയുള്ള പാവങ്ങളായ സാധുക്കളായ ആളുകളെയാണ് വളരെ മോശമായ വാക്കുകൾ കൊണ്ട് അവർ ചീത്ത പറയുന്നത്. അത് പോട്ടെ, നമുക്കത് വിഷയമുള്ള കാര്യവുമല്ല. ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, മിനിഞ്ഞാന്ന് എനിക്കൊരു സഹോദരൻ കർണാടകയിലുള്ള ഒരാൾ ഈ വിഷയങ്ങളടങ്ങിയ വോയിസുകളും മറ്റു വിവരങ്ങളും അയച്ചു തന്നിരുന്നു. എന്നാൽ ഇതേ ദമാമിലുള്ള ചില മുസ്ലിയാക്കന്മാർ നടത്തിയ മൗലൂദ് പാരായണം, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ മുസ്ലിയാക്കന്മാരെ പോലീസ് പിടിക്കുകയും അവരെ നാട് കടത്തുകയും ചെയ്ത വിഷയം മീഡിയ വൺ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ ചാനലിലൂടെയായിരുന്നു പുറത്തുവിട്ടത്. അതിന് ഒരുപാട് തെറിവിളികൾ ഞാൻ കേട്ടിരുന്നു. ഈ വിഷയത്തിലുള്ള ഡീറ്റെയിൽ ആയ വാർത്തകൾ വരട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാറുന്നതും. ഇനി കർണാടകയിൽ നിന്നുള്ള കുറച്ച് സഹോദരീ സഹോദരന്മാർ, അവരിന്ന് ഭക്ഷണമില്ലാതെ, അതുപോലെ തന്നെ റൂമിൻ്റെ വെള്ളവും വൈദ്യുതിയും ഒക്കെ വിച്ഛേദിക്കപ്പെട്ടുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് അയച്ചു തന്ന വോയിസുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ കേൾപ്പിക്കുവാനുള്ളത്. അതോടൊപ്പം പറയുവാനുള്ളത്, ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും TV ചാനലുകളിലും ഇത് ചർച്ചയായിട്ടുണ്ട്. എന്നാൽ ഇത് ചെയ്തത് ഒരു സഖാഫിയാണ്. വിശ്വാസവഞ്ചന എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ കൊടിയ വഞ്ചന, ചതി ചെയ്തുകൊണ്ട് ഒരു സഖാഫി ഇതുപോലെയുള്ള ഉംറ സർവീസുകൾ, അവരെന്തൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും അതിൽ സാധുക്കളായ ആളുകളുടെ കൈകളിൽ നിന്ന് പണം വസൂലാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ മാത്രം ആ ആളുകളെ വഞ്ചിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനു മുമ്പും നമ്മൾ കേട്ടിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്ക് അവിടെ നിന്നുള്ള ചെറിയൊരു വീഡിയോ കാണാം. അത് കഴിഞ്ഞ് കുറച്ച് വോയിസുകളുണ്ട്. വോയിസുകൾക്ക് കുറച്ച് പരിമിതിയുണ്ട്, മറ്റൊന്നുമല്ല, കർണാടകക്കാരാണ് വോയിസിൽ വന്നിട്ടുള്ളത്. അവർ മലയാളം പറയുമ്പോൾ ചെറിയ തരത്തിലുള്ള ഒരു സംസാരം കുറവുണ്ടാവും. നമുക്കൊരു 3-4 വോയിസുകൾ കേൾപ്പിക്കുവാനുണ്ട്. ആദ്യം അവിടെയുള്ള ചെറിയൊരു വീഡിയോ കാണാം. പ്രായമായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അടങ്ങുന്ന വലിയൊരു ഉംറ ടീമാണ് നമ്മളിപ്പോൾ കണ്ടത്. അവർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമോ വെള്ളമോ വൈദ്യുതിയോ ലഭിക്കാതെ, ടിക്കറ്റ് ലഭിക്കാതെ, അവർക്ക് യാത്രാ സൗകര്യമില്ലാതെ, ഭക്ഷണത്തിന് സൗകര്യമില്ലാതെ, ഇതിലൊരാൾ പറയുന്നുണ്ട് അവർ രാത്രി ഭക്ഷണം കഴിച്ചതാണ്. ഇപ്പോൾ ഈ വോയിസ് വിടുന്നത് ഉച്ചയ്ക്കാണ്, രാത്രിയില്ല, രാവിലെയില്ല, ഉച്ചയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് അവിടെയുള്ളത്. നമുക്ക് ചില വോയിസുകളൊന്ന് കേൾക്കാം. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മൈക്കാലത്തെ ഗ്രൂപ്പ് വന്നിട്ട് മതി ഉംറ ആക്കുവാട്ടി മതിയത്തെ ಬಿಟ್ಟು പോയിട്ട് വസ്തു പോയിട്ട് 160 ആളുള്ളാർ. ചോറില്ല, എന്തില്ല, റൂമില്ല. അവിടെ ഒരു ഹോട്ടലിൽ പട്ടി പോയിട്ട് ഒരു ഹോട്ടലിലാണ് പുറത്ത് പോകുന്നു ചെന്നിട്ടുള്ള ചോറില്ല. ഇപ്പോൾ ഇന്ത്യത്തെ കേസ് എപ്പോഴാங்க ചോറ് കൊടുക്കട ചെന്നാറ് ആരെ ഹെൽപ്പ് ആക്കുறாங்க தெல்ல ஹெல்ப் ஆக்கணும்.
അവർ പറയുന്നത് 160 ആളുകളുണ്ട്, ചോറില്ല, ഒന്നുമില്ല, റൂമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവിടെ നിന്നുള്ള വോയിസുകളാണ് സഹോദരന്മാരെ. ഇതുപോലെയുള്ള സക്കാഫിമാരെ ഇങ്ങനെ പറയുന്നത് ബ്രാൻഡ് ചെയ്തിട്ടൊന്നുമല്ല, അവരുടെ കയ്യിൽ ഇത് തന്നെയാണുള്ളത്, അവരിത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു വോയിസ് കേൾക്കാം. മീതൊരു ആർട്ടിക്കൽ ഇട്ടിനി, ഇതിപ്പോ ഇസാഖ് 2 വീഡിയോ ഇട്ടിനി. മദീനത്ത് ഉംറക്ക് വന്നിട്ട് ഉസ്താദ് ഇന്നലെ പോയിട്ട് കാലിക്കറ്റുനിന്ന് ഫോൺ ആയിക്കൊണ്ടില്ല, 5 ലാക്ക് തന്നെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് എടുക്കുന്നത്. അയാൾ 1 വേ ടിക്കറ്റ് എടുത്തിട്ട് ഓരോട് ഇളക്കിയിട്ട് പോയിനി. ഇത് കുറേ ബേസ് ഉണ്ട്, ഒരു കിടാക്കെല്ലാം ഉണ്ട്, ഭയങ്കര പ്രോബ്ലം ആയതുണ്ട്. ടോപ്പ് 10 എതിരിൽ റൂം അപ്പോൾ ഹോട്ടലിൻ്റെ റൂം പുറത്ത് പോകും ചൊല്ലിക്കൊണ്ടായി. റൂമിൻ്റെ ഇന്നാളിനെ കഴിഞ്ഞ്, ഇന്ന് ഉച്ചക്ക് തീരുന്നു, ഫുഡില്ല ഇന്നാൾ. 5 ലക്ഷം രൂപ വേണം ആ ടീമിന് ടിക്കറ്റ് എടുക്കുവാൻ. ടിക്കറ്റ് ഒന്നും ഇല്ലാതെ പ്രായമായവരെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത വോയിസ് കേൾക്കാം. ജാവി പുത്തൂരിലെ ഉസ്താദ് എന്താ ഒരു സക്കാഫി, മുഹമ്മദ് സക്കാഫി, അയാൾ കാലിക്കറ്റ് എത്തിന് ഇന്നലെ വാങ്ങി. പിന്നെ ഇന്ന് കേരളത്തോറും മൈക്കാലത്തോറും എല്ലാം ഉള്ളായിരിക്കും, കർണാടകത്തോറും എല്ലാം മിക്സ് ആയിട്ട്. കർണാടകയിൽ നിന്നാണ് ഈ ടീമിനെ കൊണ്ടുവന്നിട്ടുള്ളത്. കേരളത്തിലുള്ളവരും കർണാടകയിലുള്ളവരും മിക്സ് ആയിട്ടുള്ള ഒരു ടീമാണ്. മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പോ ഉംറ സർവീസോ എന്തോ നടത്തുന്ന ഒരു സക്കാഫിയാണ്. അയാൾ ഇപ്പോൾ കോഴിക്കോടുണ്ട് എന്നാണ് പറഞ്ഞത്. അയാൾ അവിടുന്ന് ഈ സാധുക്കളായ ആളുകളെയെല്ലാം അവിടെ വിട്ടുകൊണ്ട് മുങ്ങിയിരിക്കുകയാണ് സഹോദരന്മാരെ. വിശ്വാസവഞ്ചന കാണിക്കുന്ന ഇയാളൊക്കെ എന്ത് വിശ്വാസിയാണ്. അടുത്തൊരു വോയിസ് കേൾക്കാം നമുക്ക്. ഞങ്ങൾ ഈ മുഹമ്മദിയ ഗ്രൂപ്പിൽ വന്നത് 70,000 കൊടുത്ത ആളുണ്ട്, 85,000 കൊടുത്ത ആളുണ്ട്, കുറേ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് മക്കത്തും കുറേ സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അതും കൊണ്ടുപോയിട്ടില്ല. എല്ലായിടത്തും മദീനത്ത് കുറേ സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതും ഇല്ല. പിന്നെ റൗല ഷെരീഫിൻ്റെ അടുത്ത് അതും ഇല്ല. ലാസ്റ്റ് അയാൾ മുങ്ങി. ഇപ്പം 2 ദിവസം മുമ്പ് അയാൾ എന്തെങ്കിലും മക്കത്ത് പോകുന്നത്, മദീനത്ത് ഞങ്ങളെല്ലാവരും റൂമിലാക്കിയിട്ട് മക്കത്ത് പോകാന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. പോയതിന് ശേഷം അയാൾ ചെയ്യില്ല. പിന്നെ നാട്ടിൽ പോയിന്ന് പറഞ്ഞു. അയാൾ എന്തിലും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇവിടെ ടൈം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണം ഇല്ല, ഞങ്ങൾക്ക് റൂമില്ല, റൂമിൽ കറണ്ട് ഓഫാക്കി, വെള്ളം കറക്റ്റില്ല. രോഗികളുണ്ട്, ഭക്ഷണമില്ല, രാത്രി ഭക്ഷണമില്ല, ഇപ്പം ഭക്ഷണമില്ല, ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ടിക്കറ്റ് എടുത്ത് തരേണ്ട ഒരാൾ മുങ്ങിയിരിക്കുകയാണ്. മുഹമ്മദിയ ഗ്രൂപ്പ് നടത്തുന്ന ഈ ഉംറ സർവീസ് നടത്തുന്ന ഒരു അഷ്റഫ് സക്കാഫി, അയാൾ മുങ്ങിയിരിക്കുകയാണ്. അയാളെ നാട്ടിൽ വന്നിട്ട് വീട്ടിൽ പുതപ്പിട്ട് മൂടി കിടക്കുകയാണ്. ഈ സാധുക്കളായ ആളുകളുടെ കയ്യിൽ നിന്ന് 75,000 85,000 രൂപ വാങ്ങിയിട്ട് അവർക്ക് ഭക്ഷണം നൽകാതെ, അവർക്ക് മതിയായ സൗകര്യങ്ങൾ നൽകാതെ അയാളുടെ മൂടും തട്ടി പോന്നിരിക്കുകയാണ്. ഇത് വിശ്വാസവഞ്ചന എന്നാണോ പറയേണ്ടത്? ഇതിനൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്നുള്ളത് സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക. പ്രായമായൊരു സ്ത്രീ അതിലുണ്ടെങ്കിൽ, പ്രായമായൊരു പുരുഷനുണ്ടെങ്കിൽ, അവർ രോഗി കൂടിയാണെങ്കിൽ, നമുക്കൊക്കെ മാതാപിതാക്കളില്ലേ? നമ്മുടെ മാതാപിതാക്കളെയാണ് അങ്ങനെ ചെയ്തതെങ്കിൽ വിവരമറിയുമായിരുന്നു എന്നൊരു കാര്യമാണ് പറയാനുള്ളത്. ഇനിയൊരു വോയിസ് കൂടിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. തന്നെ ചെന്നവാ ഈ ബേസന്മാരെ കിടാക്കളെ വന്നിട്ട് ഒരു കണ്ണീർ മതിയാവല്ലേ. അതല്ലാതെ കുറെ ബേസിന് ഞാൻ പോയിട്ട് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ വിപിൻ്റെ ഇത് ടാബ്ലറ്റ് കഴിഞ്ഞിനി, ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിഞ്ഞിനി, പെണ്ണുങ്ങളെ ബിലിയെടുത്തണുണ്ട്. അതല്ലാതെ ഉണ്ടല്ലേ എപ്പോൾ വെള്ളിയാഴ്ച എന്നയാൾ നോക്കുമ്പോൾ അയാൾ കാലിക്കറ്റിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ ആളുകളെ വിശ്വസിച്ചേൽപ്പിച്ച ഈ ആളുകൾ അവരെ അവിടെ ഇട്ടുകൊണ്ട് അയാൾ കാലിക്കറ്റിൽ വന്നിരിക്കുക, കോഴിക്കോട് വന്നിരിക്കുകയാണെന്നുള്ളതാണ് ഇവിടെ നിന്ന് പറയുന്നത്. നമുക്ക് വോയിസ് അയച്ചു തന്ന ആളുകളെല്ലാം കർണാടക സ്വദേശികളാണ്. കർണാടകയിൽ നിന്നുള്ള ആളുകളെ ഇവർ ചൂഷണം ചെയ്യുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ ചൂഷണം ചെയ്യാറുണ്ട്. എൻ്റെ വീഡിയോകൾ കാണുന്ന നിരവധി ആളുകൾ കർണാടകയിലുണ്ട്. കർണാടക, മംഗലാപുരം, മറ്റു ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ പറയുന്നതെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു ഭാഷയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എങ്കിലും കേരളത്തിൽ നിന്നുള്ള ആളുകൾ അവർ ആ ഭാഗങ്ങളിൽ പോയിക്കൊണ്ട് ആത്മീയ ചൂഷണം നടത്തിക്കൊണ്ട് ഈ സാധുക്കളായ ആളുകളെ സാമ്പത്തികമായിക്കൊണ്ടും മറ്റു തലത്തിലും ചൂഷണം ചെയ്യുകയാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ സക്കാഫിമാരാണ് എന്നുള്ള കാര്യം തുറന്നു പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തിനാണ് കുരുപൊട്ടുന്നത് ജനങ്ങളെ? ഇവർ ഈ തരത്തിൽ ആളുകളെ വഞ്ചിക്കുവാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക തരത്തിലുള്ള വേഷവിധാനങ്ങളോടെ ഈ സക്കാഫത്ത് സുന്നിയ എന്ന് പറയുന്ന, എന്താ സക്കാഫത്ത് സുന്നിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ കുരുപൊട്ടുന്നത്? അവിടെ നിന്ന് ഇറങ്ങിയ ഏതെങ്കിലും ഒന്ന് മനുഷ്യോപകാരപ്രദമായ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ? ചിന്തിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്
2 ദിവസം മുമ്പ് TV ചാനലുകളിലൂടെയൊക്കെ വരുന്നതിന് മുൻപ് തന്നെ എൻ്റെ കൈകളിലെത്തിയിരുന്നു. ഞാനത് പുറത്തു പറയുന്നത് അറിയട്ടെ, എല്ലാവരും പറഞ്ഞതിന് ശേഷം എനിക്കും ചിലത് പറയാനുണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് ഇനി മീഡിയ വൺ ചാനൽ തന്നെ അവിടെ നിന്നുള്ള ഒരു ഉമ്മയുടെ ചില വാക്കുകൾ കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് കേട്ടു നോക്കാം. ടിക്കറ്റ് ഓക്കെ എന്ന് പറഞ്ഞ് ഇന്നലെ അതിന് 18 ആൾ പോകാമെന്ന് പറഞ്ഞു. 18 ആൾ നോക്കുമ്പോൾ എൻ്റെ പേരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാറിയെന്ന്. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ബീബി എന്ന പേര്, ബീബിൻ്റെ പേരില്ല, റഹീമാൻ്റെ പേരില്ല. ഒരു 3 ആളും മാറിക്കോ പണി. ഞാനിങ്ങനെ മാറി നിന്ന് ഉമ്മാക്ക് ചോറെടുത്ത് കൊടുക്കാൻ പോകുമ്പോൾ എന്നെ വിളിച്ച് എൻ്റെ പേരുണ്ട് വാ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു. ഉമ്മയും ഓളും അവിടെ തന്നെയുള്ള. ഇപ്പം പിന്നെ ഒരാഴ്ച അയാൾ എവിടെയോ പോയിട്ട് കാണുന്നില്ല, നമ്മളെ കൊണ്ടേ മുല്ലാറില്ല, അയാൾ എവിടെയോ പോയിട്ട് കാണുന്നില്ല. അന്നേരം മറ്റേവരെല്ലാം കൂടി ചർച്ച ചെയ്ത് ഞാളെ ഒരു കയറ്റി വിടാന്നുള്ളത് ഒരെന്തെല്ലാം ആക്കി ഒരു കയറ്റി വിട്ടാന്ന് തോന്നുന്നു, നമുക്കറിയില്ല. അതൊന്നും ഭക്ഷണമൊന്നും ഇല്ലാണ്ട് അയാൾ പെട്ടെന്ന് നമ്മളെ കൊണ്ടുവന്ന മൊയ്ലിയാര് അയാൾ എവിടെയെന്ന് കാണുന്നില്ല. ഈ പ്രായമായ ഈ സ്ത്രീകളൊക്കെ രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇതുപോലെയുള്ള പാവങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന മുതൽ കൊണ്ടുപോയി നിങ്ങളുടെ മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ അരിസത്ത് പിടിക്കും സക്കാഫിമാരെ എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇതുപോലെയുള്ള ചൂഷണം നടത്തുന്ന ഇതുപോലെയുള്ള പൗരോഹിത്യ ഹിജടകളെ നമ്മൾ അതനുസരിച്ച് എങ്ങനെയാണോ അവരെ മാനേജ് ചെയ്യേണ്ടത് ആ രൂപത്തിൽ മാനേജ് ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.